നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മളെ പ്രാപ്തരാക്കും. എതിർപ്പുകൾ നമ്മളെ ശക്തരാക്കും. അപവാദങ്ങൾ നമ്മളെ ശ്രദ്ധാലുവാക്കും. ഇന്ന് നടൻ വിജയ് നേരിടുന്ന സങ്കീർണമായ വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാകട്ടെ ഈ എപ്പിസോഡ്. തമിഴ് മക്കളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് സിനിമ എന്നത്. കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികൾക്ക് സിനിമ കാണാനുള്ള ടെൻഡൻസി മലയാളി പ്രേക്ഷകരെക്കാൾ 10 മടങ്ങ് മേലെയാണ്. നമ്മുടെ മോഹൻലാലിന്റെ 10 ഇരട്ടി ശക്തനാണ് വിജയ്. 10 മോഹൻലാൽ ഒത്തുചേർന്നാലുള്ള താരമൂല്യമാണ് അദ്ദേഹത്തിനുള്ളത്. മോഹൻലാൽ ഒരു ചിത്രത്തിന് പ്രതിഫലമായി 25 കോടി രൂപ വരെ വാങ്ങുന്നുണ്ടെങ്കിൽ വിജയ് അതിന്റെ 10 ഇരട്ടി 250 കോടി രൂപ വരെയാണ് ഒരു ചിത്രത്തിന് പ്രതിഫലമായി വാങ്ങുന്നത്. മോഹൻലാലിന്റെ ഒരു ചിത്രം ലോകം മുഴുവൻ 500 തിയേറ്ററുകളിലാണ് ഓടുന്നതെങ്കിൽ വിജയിയുടെ ഒരു ചിത്രം 5000 തിയേറ്ററുകളിലാണ് ഓടുന്നത്. വിജയിയുടെ ഒരു തമിഴ് സിനിമ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടുന്നത് കേട്ടാൽ നാം അതിശയിച്ചു പോകും. അമേരിക്ക, കാനഡ, UK, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ വൻ രാജ്യങ്ങൾ കൂടാതെ സിംഗപ്പൂർ, മലേഷ്യ, ന്യൂസിലൻഡ്, തായ്ലൻഡ്, സിലോൺ, ഹോങ്കോങ്, ഫിലിപ്പൈൻസ്, നോർവേ, മ്യാൻമാർ, മാലിദ്വീപ്, മൗറീഷ്യസ്, സീഷെൽസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിജയിയുടെ ചിത്രം തിയേറ്ററിൽ കാണാൻ ആരാധകരുണ്ട്. വിജയിയുടെ പുതിയ ചിത്രമായ ജനനായകൻ എന്ന ചിത്രത്തിന്റെ വിദേശ അവകാശം വിറ്റിരിക്കുന്നത് 78 കോടി രൂപയ്ക്കാണ്. ആ ചിത്രത്തിന്റെ തമിഴ് സാറ്റലൈറ്റ് റൈറ്റ്സ് CTVക്ക് വിറ്റിരിക്കുന്നത് 64 കോടി രൂപയ്ക്കാണ്. ഷാരൂഖ് ഖാനെയും രജനീകാന്തിനെയും കടത്തി വെട്ടി ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടനായി വിജയ് മാറി. ഒരു നടൻ ഇത്രത്തോളം ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇനി അഭിനയിക്കില്ല, അഭിനയത്തോട് വിട പറയുകയാണ്, ഇനിയുള്ള സമയം ജനസേവനത്തിനിറങ്ങുകയാണെന്ന് പറഞ്ഞ ഒരു നടനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ അനിയത്തിപ്രാവ് റിലീസാകുന്ന സമയത്ത് വിജയ് തീരെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു നടനായിരുന്നു. അനിയത്തിപ്രാവ് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ ഫാസിൽ തീരുമാനിച്ചപ്പോൾ ശാലിനിയോടൊപ്പം നായകനായത് വിജയായിരുന്നു. വിജയിയുടെ പിതാവ് വിജയെയും കൂട്ടി ഫാസിലിന്റെ മദ്രാസിലെ വീട്ടിൽ വന്ന് താങ്കളുടെ പടത്തിൽ എന്റെ മകനൊരു അവസരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്. വിജയിയുടെ പിതാവായ SA ചന്ദ്രശേഖരനും തമിഴിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. അങ്ങനെ വിജയ് നായകനായ കാതലുക്ക് മര്യാദ എന്ന ഫാസിൽ ചിത്രം മലയാളത്തിലെ അനിയത്തിപ്രാവിനേക്കാൾ ഇരട്ടി മധുരം പകർന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടി. പിന്നീട് വിജയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിജയിയുടെ ഉയർച്ചയുടെ കാലഘട്ടം അവിടെ ആരംഭിച്ചു. ആ നന്ദിയും സ്നേഹവും ഒക്കെ വിജയ്ക്ക് എന്നും ഫാസിലിനോടുണ്ട്. ഫാസിൽ ചിത്രമായ കാതലുക്ക് മര്യാദ കൂടാതെ ഫാസിലിന്റെ മറ്റൊരു ചിത്രത്തിൽ കൂടി വിജയ് നായകനായിരുന്നു. കണ്ണുക്കുൾ നിലവ് എന്ന ചിത്രം. അത് ദയനീയ പരാജയം ഏറ്റുവാങ്ങി. വിജയിയുടെ ഉയർച്ചയ്ക്കിടയിലുള്ള ഒരു പരാജയ ചിത്രമായിരുന്നു അത്. വിജയ് തന്റെ അവസാന ചിത്രമൊരുക്കാൻ നിരവധി സൂപ്പർ സംവിധായകരെ മനസ്സിൽ കണ്ടുവെങ്കിലും അവസാനം നറുക്ക് വീണത് H. വിനോദ് എന്ന സംവിധായകനാണ്. ഈ സംവിധായകൻ ഇതിനു മുൻപ് ചെയ്ത ചിത്രമായിരുന്നു അജിത്തിന്റെ തുണിവ് എന്ന ചിത്രം. 2023 പൊങ്കലിലായിരുന്നു അതിന്റെ റിലീസ്. ആ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ജനനായകൻ എന്ന വിജയ് ചിത്രത്തിൽ ഹിന്ദിയിലെ പ്രശസ്ത താരങ്ങളോടൊപ്പം മലയാള നടി മമിത ബൈജുവും ഒരു ശ്രദ്ധേയമായ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. കൂടാതെ മലയാളികളായ രേവതി, പ്രിയാമണി, നരേൻ, ഗൗതം വാസുദേവ മേനോൻ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രം വിജയിച്ചാൽ മമിത ബൈജുവിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മമിത ബൈജു ഇതിനു മുൻപ് ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. റിബൽ എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. അതിലുണ്ടായ ക്ഷീണവും ഇതിൽ മാറിക്കിട്ടിയേക്കാം. ജനനായകന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് മലേഷ്യയിലെ കോലാലംപൂരിലുള്ള ബുക്കിംഗ് ജലീൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ദളപതി തിരുവിഴ എന്നായിരുന്നു ആ പ്രോഗ്രാമിന് പേരിട്ടിരുന്നത്. അതായത് വിജയിയുടെ ഉത്സവം എന്നാണ് അർത്ഥമാക്കുന്നത്. 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത്. മലേഷ്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തതിന്റെ പേരിൽ മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുമുണ്ട്. ഇതിന്റെ ട്രെയിലർ ജനുവരി 3 റിലീസായപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് 50 ലക്ഷം പേരാണ് യൂട്യൂബിൽ കണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തമിഴ് സിനിമാ
ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകളെയും അത് ഭേദിച്ചു. എന്നാൽ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം അതിനൊരു തെലുങ്ക് ചിത്രവുമായി സാമ്യമുണ്ടോ എന്നുള്ളൊരു സംശയം പ്രേക്ഷകരിൽ ജനിപ്പിച്ചു. NT രാമറാവുവിന്റെ മകൻ നന്ദമൂരി ബാലകൃഷ്ണ അഭിനയിച്ച ഭഗവത് കേസരി എന്ന ചിത്രത്തിൽ നിന്നും പ്രചോദനം കൊണ്ടതാണോ ജനനായകനെന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. അമാനുഷികതയുടെ അതിപ്രസരമുള്ള ചിത്രങ്ങളാണ് നന്ദമൂരി ബാലകൃഷ്ണന്റേത്. ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ കഥ വാങ്ങി അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയാണ് ജനനായകൻ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിജയ് അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ കഥയായാലും പാട്ടായാലും വിജയിയുടെ ഇഷ്ടവും തീരുമാനവും അനുസരിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. മലയാളത്തിലെ ഒരു പഴയ നിർമ്മാതാവ് സർഗചിത്ര അപ്പച്ചൻ വിജയിയെ നായകനാക്കി അഴകിയ തമിഴ് മകൻ എന്നൊരു ചിത്രം നിർമ്മിച്ചു. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വിജയ് പറഞ്ഞ് മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാൻ ആയിരിക്കണമെന്ന്. AR റഹ്മാൻ വന്നാൽ തീരുമാനിച്ചുറപ്പിച്ച ബഡ്ജറ്റ് ആകെ മാറുമെന്ന് അപ്പച്ചന് നന്നായി അറിയാം. എന്നാലും അപ്പച്ചൻ AR റഹ്മാനെ ബുക്ക് ചെയ്തു. റഹ്മാന്റെ പാട്ട് വാങ്ങി എടുക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അങ്ങനെ വിജയിക്ക് വേണ്ടി ഒരു അടിപൊളി ഡപ്പാൻ കുത്തു പാട്ട് AR റഹ്മാൻ റെഡിയാക്കി അപ്പച്ചനെ ഏൽപ്പിച്ചു. അപ്പച്ചൻ വളരെ സന്തോഷത്തോടു കൂടി അതും വാങ്ങി വിജയിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. വിജയ് വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിട്ടാണ് ആ പാട്ട് കേട്ടത്. പാട്ട് കേട്ട് കഴിഞ്ഞ് വിജയ് പറയുന്നു, ഈ പാട്ട് കൊള്ളില്ല, ഇത് ശരിയാവില്ല, വേറെ പാട്ട് ശരിയാക്കി തരാൻ പറയൂ. AR റഹ്മാന്റെ പാട്ട് കൊള്ളില്ല, അത് മാറ്റുക എന്നൊക്കെ പറയുന്നത് അന്ന് വരെ അവിടെ കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ഇത് കേട്ടപ്പോൾ അപ്പച്ചനാകെ ധർമ്മസങ്കടത്തിലായി. രണ്ടും കൽപ്പിച്ച് AR റഹ്മാനോട് ചെന്ന് പറഞ്ഞു, പാട്ടിനൊരു ഗുമ്മ് പോരാ, മാറ്റം വരുത്തി തന്നാൽ നന്നായിരിക്കുമെന്ന്. റഹ്മാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ അഭിപ്രായമാണോ, ഇത് നിങ്ങളുടെ നായകന്റെ അഭിപ്രായമാണോ എന്ന്. അപ്പച്ചൻ അവിടെ ഒരു നുണ പറഞ്ഞു. വിജയ് ഒന്നും പറഞ്ഞില്ല, എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ റഹ്മാൻ അത്രയ്ക്ക് പൊട്ടണമെന്നുമല്ലല്ലോ. കാര്യം മനസ്സിലാക്കി മറ്റൊരു ഈണം വിട്ട് വേറൊരു പാട്ടുണ്ടാക്കി അപ്പച്ചന് നൽകി. ആ പാട്ടാണ് എല്ലാ പുകഴും ഒരുവനുക്ക് നീ നദി പോലെ ഓടിക്കൊണ്ടിരി എന്ന് തുടങ്ങുന്ന ഗാനം. എന്നാൽ വിജയ് ഇഷ്ടപ്പെടാതെ ഉപേക്ഷിച്ച ഗാനമാകട്ടെ അത് മറ്റൊരു ചിത്രത്തിന് റഹ്മാൻ നൽകി ആ ഗാനം ഹിറ്റാവുകയും ചെയ്തു. ജനനായകന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വിജയിയുടെ ഒരു കടുത്ത ആരാധകനായ മലയാളിയായ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം എന്ന സ്ഥലത്ത് നിന്നും നടന്ന് തമിഴ്നാട്ടിലെ വിജയിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു. ഞാൻ എന്റെ ദൈവത്തെ കണ്ടു എന്ന് അത്യധികം സന്തോഷത്തോടെ ഉണ്ണിക്കണ്ണൻ വിളിച്ചു പറഞ്ഞു. എന്റെ തോളിൽ കൈവച്ച് കാരവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീ എന്തിനാണ് ഇത്ര ദൂരം നടന്നു വന്നത്? എന്നെ കാണാൻ മറ്റ് നിരവധി വഴികളുണ്ടല്ലോ. അങ്ങനെ 10 മിനിറ്റോളം അവനോട് വിജയ് സംസാരിച്ചു. വിജയെ നേരിൽ കണ്ട ഉണ്ണിക്കണ്ണന് സാക്ഷാൽ ശ്രീകൃഷ്ണനെ നേരിൽ കണ്ട പ്രതീതിയായിരുന്നു എന്നാണ് പറയുന്നത്. ജനനായകൻ ആദ്യം റിലീസ് പ്ലാൻ ചെയ്തിരുന്നത് 2025 ഒക്ടോബറിലായിരുന്നു. വിജയുടെ രാഷ്ട്രീയത്തിലെ തിരക്ക് കാരണം 2026 ജാനുവരിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ജനുവരി 9 റിലീസ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴാണ് സെൻസർ ബോർഡിൽ നിന്നും തടസ്സവാദങ്ങൾ ഉയർന്നു വന്നത്. മതവികാരങ്ങളുടെ ചിത്രീകരണം സംബന്ധിച്ചുള്ള പരാതിയും സായുധ സേനയെ ആക്ഷേപകരമായ രീതിയിൽ കാണിച്ചു എന്ന പരാതിയുമാണ് സെൻസർ ബോർഡ് ഉന്നയിച്ചത്. തുടർന്ന് നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി UA സർട്ടിഫിക്കറ്റ് കൊടുത്ത് പടം റിലീസ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവിന്മേൽ ഇടക്കാല സ്റ്റേ കൊടുത്തു. നിർമ്മാതാവ് പറയുന്നു, റിലീസ് ചെയ്യാത്ത പടത്തിൽ, ആരും കാണാത്ത പടത്തിന് ആരാണ് പരാതിക്കാർ എന്ന് പോലും അറിയില്ല. പ്രസിദ്ധ സംവിധായകൻ റാം ഗോപാൽ വർമ്മ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാൻ സെൻസർ ബോർഡിന് എന്ത് അവകാശം? സെൻസർ ബോർഡ് തന്നെ ആവശ്യമില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നു, വിജയുടെ ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിക്കുമെതിരെ സെൻസർ ബോർഡിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. സ്റ്റാലിന്റെ കൊച്ചുമകൻ ഇൻബൻ ഉദയനിധി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പരാശക്തി. BJP സെൻസർ ബോർഡിനെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. CBI, ED, IT എന്നിവയെ പോലെ ഇതിനെയും ഒരു പുതിയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സ്റ്റാലിൻ പറയുന്നു. അങ്ങനെ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉത്സാഹത്തോടെ വരവേൽക്കാൻ കാത്തിരുന്ന ജനനായകന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഇതിനിടെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27 കരൂരിൽ നടന്ന TVKയുടെ പൊതുയോഗത്തിനിടെ 41 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ വിജയിയുടെ പ്രചരണ വാഹനം ഈ അടുത്ത ദിവസം CBI പിടിച്ചെടുത്തു. ഇതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ജനുവരി 12 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാകാൻ സമൻസും നൽകിയിട്ടുണ്ട്. ചിത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, വാഹനം പിടിച്ചെടുത്ത കാര്യത്തിലാകട്ടെ, അവിടെ ഹാജരാകേണ്ട കാര്യത്തിലാകട്ടെ വിജയ് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം മൗനത്തിലാണ്. വിജയിയുടെ ഈ മൗനം വരാനിരിക്കുന്ന മാറ്റത്തിന്റെ വലിയൊരു സൂചനയാകാം.
ഈ പ്രതിസന്ധികളൊക്കെ താൽക്കാലികമാണ്, ഇവിടവും കടന്നു പോകും. പ്രതീക്ഷകൾ കൈവിടാതെ കാത്തിരിക്കണമെന്ന് മാത്രം. തളർത്തുക എന്നത് മാത്രമാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ അതിനെ മറികടക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.